പിന്നെ അവസാനമായി വളരെ ഖേദകരമായ ഒരു അവസ്ഥ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഇമ്മത്ത് മുഴുവനും കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്ക് എതിരായിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമായി പലയിടത്തും അവതരിപ്പിക്കപ്പെടുന്ന രംഗം. വലിയ വലിയ ഉസ്താദുമാർ പലരും അതിനെക്കുറിച്ച് തീരെ പ്രതികരിക്കാതിരിക്കുകയും അത് സ്ഥിരീകരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രംഗം. ഞാനിത് പറയാനുള്ള കാരണം, ഈയിടെയായി ഒരു മാഗസിനിൽ വ്യാജന്മാരുടെ പിഴച്ച ആളുകളുടെ വാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണണ കൂട്ടത്തിൽ ഒരു വാദമായിട്ട് പറയുന്നത്, ഒരു മഹാൻ ഒരു വലിയ അനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർ ബോധപൂർവം സഹ്വിലാണ് അത് പറയുന്നതെങ്കിൽ, അത് പറഞ്ഞാൽ ആര് പറഞ്ഞാലും സഹ്വിൽ അത് പറയുമ്പോൾ അത് കുഫറാണ്. ഇനി ഒരാളിൽ നിന്ന് അനല്ലാ എന്ന് വന്നത് ഗൈബത്തിലാണെങ്കിൽ പിന്നെ അതിന് പ്രത്യേക ഹുക്കുമില്ലല്ലോ, അത് പറയാനില്ല. ജസ്ബിൽ ഇസ്തിഗ്റാഖിൽ ഗൈബത്തിൽ വന്ന സംഗതിയാണെങ്കിൽ അതിന് ഹുക്കുമില്ല, പറയാനില്ല. സഹ്വിലാണെങ്കിൽ, സഹ്വിൽ ആരും അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അത് കുഫറാണ് എന്നാണ് അതിൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം നടന്നു. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് അതല്ല, ഒരു മഹാനായ വലിയ സഹ്വിൽ തന്നെ അനല്ലാ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ് എന്ന വാദത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് എഴുത്തും വന്നു. നോക്കുങ്ങൾ, എന്തൊരു ഖേദകരമായ അവസ്ഥയാണിത്. സുന്നത്ത് ജമാഅത്തിൻ്റെ അഇമ്മത്ത് മുഴുവനും പറഞ്ഞതിന് എതിരെയുള്ള വാദം, ആ വാദം അഹ്ലുസുന്നയുടെ വാദമായിട്ട് അവതരിപ്പിക്കുമ്പോൾ, ബാത്തിലിനെ ഹക്കായി അവതരിപ്പിക്കുമ്പോൾ, ഹക്ക് അഇമ്മത്ത് മുഴുവൻ പറഞ്ഞത്, ആ പറഞ്ഞതിനെതിരെ പറയുമ്പോൾ നമുക്കത് പറയേണ്ടി വരൂലേ? അത് പറയുമ്പോൾ, അതാണ് പകരസ്താവിനൊക്കെ ഹക്ക് പറയുമ്പോൾ കുരുവട്ടൂരിയാക്കാണ് എന്ന് വളരെ ഓപ്പണായിട്ട് പറയേണ്ട അവസ്ഥ വരുന്നത്. അതാണ് ഹക്കിനെതിരെ ബാത്തിലായതും അത് ബാത്തിലാണ്, ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമല്ല എന്ന് സ്ഥിരീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉലമാ പറയണ്ടേ? നോക്കുങ്ങൾ, ഒരു വലിയ അനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, മഹാന്മാർ എന്തൊക്കെ ഓപ്ഷനുകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. എത്ര കൃത്യമാണ് ആ വിഷയം, എത്ര ഇമാമിങ്ങൾ അത് വിശദീകരിച്ചു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടും ആർക്കോ വേണ്ടി ആരോടോ ഉള്ള ദേഷ്യത്തിന് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ, മഹാന്മാർ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞ അഇമ്മത്ത് പറഞ്ഞതിന് മുഴുവനും തള്ളി ആരോടോ ഉള്ള ദേഷ്യത്തിന് വേണ്ടി, ആരോടോ ഉള്ള വെറുപ്പിന് വേണ്ടി നമ്മൾ ജനങ്ങളെ മുമ്പിൽ ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. നോക്കുങ്ങൾ, ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? മഹാനരായ ഇമാമുൽ ഖസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ പറഞ്ഞു, ഒരു മഹാൻ അനല്ലാ എന്ന് പറയുന്ന സമയത്തുള്ള അവസ്ഥ ഞാനൊന്ന് പ്രാഥമികമായിട്ട് പറയാം. ജസ്ബിലുള്ള മഹാന്മാർ, ഗൈബത്തിലുള്ള മഹാന്മാർ, ഇസ്തിഗ്റാഖിലുള്ള മഹാന്മാർ, അവർ ആ പ്രത്യേകമായ അവസ്ഥയിൽ അവർ പറയുന്ന പല വാചകങ്ങളുണ്ടാവും. ആ വാചകങ്ങൾക്ക് ഹുക്കുമില്ല, അതെല്ലാവർക്കും അറിയാം, എല്ലാ അയിമത്തും പറഞ്ഞതാണ്. അതേസമയം നല്ല സ്വഹ്ബിലുള്ള പൂർണ്ണരായ മഹാന്മാരും ഈ രൂപത്തിലുള്ള വാചകങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിലൊക്കെ കാണാം. അവിടെ ഇഹ്യൽ ഖസാലി ഇമാം പറയുന്നുണ്ട്, ഇമ്മ അൻ യകൂന ദാലിക ജാരിയൻ അലാ ലിസാനിഹി ഫീ മഅ്റിദിൽ ഹിക്കായ, അത് അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നതാണ്. അള്ളാഹു പറഞ്ഞു എന്ന് ആ മഹാൻ പറയാൻ. അതാണ് ഷെയ്ഖുന അണ്ടോണയിൽ വെച്ച് അനല്ലാഹ് 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 എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നടന്നപ്പോൾ അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനായോട് ചോദിച്ചു, എന്താണ് ഈ പറഞ്ഞത്, എന്തായി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, ഹുവ ഹികായത്തും മിനല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ഷെയ്ഖുനാനെ മനസ്സിലാക്കേണ്ടത്. ഏതോ വളരെ കൃത്യമായി സ്ഥിരീകരിച്ച് ഷെയ്ഖുന പറയാണ്, നിങ്ങൾക്ക് സക്കരിയ അൽ അൻസാരി അറിയോ? അതൊക്കെ എത്ര സ്ഥിരീകരണമാണത്. എന്നാൽ ഷെയ്ഖുന തന്നെ ഹുവ ഹികായത്തും മിനല്ലാഹ്. യഥാർത്ഥത്തിൽ പല മഹാന്മാരുടെയും വാചകങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇമാമിങ്ങൾ അത് കൃത്യമായി വിശദീകരിച്ച് കൊടുക്കാറാണ് പതിവ്. ഷെയ്ഖുന തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ വിശദീകരണം, ഹുവ ഹികായത്തും മിനല്ലാഹ്. ഇത് അയിമ്മത്തൊക്കെ പറഞ്ഞ വിശദീകരണമാണ്. ഗസാലി ഇമാം ഇഹ്യ പറയുന്നുണ്ട്, അവാരിഫുൽ മആരിഫിൽ മഹാനരായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു അവർ അവാരിഫിൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ യാഫി ഇമാം പറയുന്നുണ്ട് ഇതേ വിഷയം. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ കാര്യമാണത്. സുയ്യൂത്തി ഇമാം പറയുന്നുണ്ട്, യുഹ്മലു അലൽ ഹിക്കായ, ഇത് ഹിക്കായത്തായിട്ട് പറയുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഫത്താവൽ ഹദീസിയിൽ ഇബ്നു ഹജർ തങ്ങൾ വളരെ വിശാലമായി അത് വിശദീകരിച്ചു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഫത്താവൽ ഹദീസിയിൽ ഇത് വിശദീകരിച്ചു. ഒരു സ്ഥലത്ത് 4, 5, 6 അഭിപ്രായം പോലെ പറയുന്നുണ്ട്. അതിലും മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അന്ന തിൽക്കൽ കലിമാത്തി ഹികായത്തുൻ അൻ ഹളറത്തിൽ ഹഖ്, അത് അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നതാണ് ആ കലിമത്തുകൾ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാവരും പറഞ്ഞതാ. ഇബ്നു ഹജർ തങ്ങൾ ഫത്താവൽ ഹദീസിയുടെ മറ്റൊരു ഭാഗത്ത് ഇത് പറയുന്നിടത്ത് വല്ലാതെ കയറി പറഞ്ഞു. എത്രത്തോളം? ഖൗലുഹു ഫഖൗലുഹു അനൽ ഹഖ് ഔ സുബ്ഹാനി അനൽ ഹഖ്, ഞാനാണ് പരമം, അനല്ലാഹ് പോലെയുള്ള വാചകങ്ങൾ. മഅനാഹു, അതിൻ്റെ അർത്ഥം ഖദ് തജല്ല അലയ്യൽ ഹഖ് ബിശുഹൂദിഹി,
അല്ലാഹു എന്നിൽ തജല്ലിയായി ഹത്താ സിർതു കഅന്നി ഹുവ എന്ന അർത്ഥത്തിൽ തന്നെ ആ വലിയ തജല്ലിയുടെ അവസ്ഥയിൽ അവർ പറയുന്ന വാചകാണത് എന്നാ പറഞ്ഞത്. അതൊക്കെ മശായിഖ്മാർ അർത്ഥം പറയേണ്ടതാണ്. തജല്ലാ ഇലാഹുൽ ഹഖ് ശക്ല മുഹമ്മദി ഇദാ മാ തജല്ലൽ ഹഖ് ഐന മുഹമ്മദു. മഹാനരായ താനൂർ അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്റാറിൽ പറഞ്ഞത് കാണും. അങ്ങനെ പല മഹാന്മാരും അവരെ കിതാബുകളിൽ ഈ രൂപത്തിലുള്ള വാചകങ്ങൾ, ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളെ പോലെയുള്ള, അബൂ യസീദ് ബിസ്താമി തങ്ങളെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ പറഞ്ഞ വാചകമാണത്. അതിനെപ്പറ്റിയാണ് മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അതൊക്കെ ഗൈബത്തിൽ എന്തോ പറഞ്ഞു പോയതാന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൈബത്തിൽ മഹാന്മാർ പലതും പറയാനും ഹുക്കുമില്ലല്ലോ. അവർ പറഞ്ഞ മറ്റൊരു മഅന ഖദ് തജല്ല അലയ്യൽ ഹഖ് ബിശുഹൂദിഹി ഹത്താ സിർതു കഅന്നി ഹുവ. ഹഖിൻ്റെ തജല്ലി വന്ന ഘട്ടത്തിൽ അവർ പറയുന്ന വലിയ വാചകമാണത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാർ സ്വഹ്വിൽ ബോധത്തിൽ തന്നെ അനൽ ഹഖ് സുബ്ഹാനി പോലെയുള്ള വാചകങ്ങൾ പറയാം. അത് പറഞ്ഞാൽ അത് ബോധത്തിൽ പറഞ്ഞതാണെങ്കിൽ നേരെ അതിന് കുഫ്രി എന്ന് വിധിക്കുക എന്ന് പറഞ്ഞത് പൂർവികരായ അയിമ്മത്ത് മുഴുവനും പറഞ്ഞതിനെതിരാണ്. ഗസാലി ഇമാം പറഞ്ഞതിനെതിരാണ്. മഹാനരായ ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾ പറഞ്ഞതിനെതിരാണ്. ഇമാം അഫീഫുദ്ദീൻ യാഫി തങ്ങൾ പറഞ്ഞതിനെതിരാണ്. മഹാനരായ ഇമാം ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞതിനെതിരാണ്. മറിച്ച് നല്ല ബോധ്യത്തിൽ സ്വഹ്വിൽ തന്നെ അവർ അനല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥകൾ അവർ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ എതിരാ. അതല്ലെങ്കിൽ ആരും തിരുത്തുന്നത് കാണാതിരിക്കുമ്പോൾ എത്ര വലിയ അത്ഭുതമാണ്. മഹാന്മാർ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് മഹാന്മാരിലേക്ക് ശിർക്കും കുഫറും മഹാന്മാരിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ എത്ര ഗൗരവമാണത്.